എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഇവരെടുക്കുന്ന ന്യൂസൻസ് ഉണ്ടാക്കുന്ന ന്യൂസൻസ് വളരെ ഹൈ ആണ്. എത്ര വ്യത്യസ്തമായ രീതിയിലാണ് ഈ രാജ്യത്തെ ഗവർണർമാർ ഇടപെടുന്നത് ബി താല്പര്യം സംരക്ഷിക്കാൻ. ഇതും ഗണഗീതം നടത്തുന്നതും മറ്റൊരു രീതിയാണെന്നാണ് ഞാൻ പറയുന്നത്. ശ്രീ ലാൽകുമാർ, ഇവിടെ ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവത ഇതിൽ വലിയ പ്രതിഷേധം തീർക്കുന്നു. ഇടതുപക്ഷം വലിയ പ്രതിഷേധവുമായി രംഗത്ത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിൽ പ്രതിഷേധക്കുറിപ്പ് ഇടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇതുമാത്രം പോരാ, പ്രതിപക്ഷത്തിൻ്റെ ഒരു വിശാല പരിപ്രേക്ഷ്യത്തിലുള്ള നീക്കം ഇതിൽ അനിവാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ ജോൺ ബ്രിട്ടാസ് എം പിയൊക്കെ സൂചിപ്പിച്ചതാണ്. ഈ എറണാകുളം ബാംഗ്ലൂർ സർവീസിൽ വന്ദേ ഭാരത് താൽക്കാലികമായ ഇനത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് പെട്ടെന്നൊരു ദിവസം നിർത്തുന്നു. ഈ ജോൺ ബ്രിട്ടാസ് എം പി, ഇടതെമ്പി ജോൺ ബ്രിട്ടാസ് തന്നെ ഇത് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നു. അതിൻ്റെ അർത്ഥത്തിൽ ഇത് പുനഃസ്ഥാപിക്കാം എന്നൊക്കെ റെയിൽവേയുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ പിന്നീട് പെട്ടെന്ന് ഒരു ദിവസം ഈ സ്ലീപ്പർ ട്രെയിനാക്കി ഈ വന്ദേ ഭാരത് കൊണ്ടുവരികയാണ്. അത് BJP സംസ്ഥാന അധ്യക്ഷനെ അടക്കം മീറ്റിങ്ങിൽ വിളിച്ചുകൊണ്ട് MP മാരൊക്കെ അറിയാതെ. അപ്പോൾ ഈ ഗണഗീതം പലതിൻ്റെയും ലക്ഷണങ്ങളാണ്. ഇത്തരത്തിൽ നടത്തുന്ന കാവ്യവൽക്കരണത്തിനായി BJPക്കായി രാഷ്ട്രത്തിൻ്റെ മുതൽ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ പ്രതിക്രിയകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാൽകുമാർ, അല്ല, ഇവിടെ ബി സംസ്ഥാന അധ്യക്ഷനെ കൂടെ ഇതിനകത്ത് വിളിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക്, അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ കുറിച്ച് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. നോക്കൂ, വിഴിഞ്ഞം പദ്ധതിക്ക് രാവിലെ തന്നെ അദ്ദേഹം വന്ന് അവിടെ മുന്നിൽ കയറി ഇരുന്ന് ആൾക്കാരെ കൈ കാണിക്കുകയൊക്കെ ചെയ്താണ്. പ്രധാനമന്ത്രി എനിക്കൊന്ന് ഈ കേരളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടെ വന്ന് കയറി ഇരിപ്പുണ്ടല്ലോ. എന്നിട്ട് ഏതാണ്ട് ഒരു ക്രെഡിറ്റ് എടുക്കാനായിട്ട്, ഹൈജാക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. നോക്കൂ, രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് അടുത്ത് പെരുമാറിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സറിയുക എന്നുള്ളതാണ്. കേരളത്തില് ഈ ഉമ്മാക്കികളൊന്നും വാഴത്തില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ പക്വതയുള്ള ജനസമൂഹമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു റാഷണൽ സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ, ഇതിനകത്ത് ഇരട്ടത്താപ്പുകളൊക്കെ മനസ്സിലാവും. സംസ്ഥാനത്തിന് എന്താണ് കിട്ടുന്നത്, സംസ്ഥാനത്തിന് ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി വലിയ ശ്രമം നടത്തുന്ന, അല്ലെങ്കിൽ വന്ദേ ഭാരത് തരുന്ന കേന്ദ്ര സർക്കാർ, ശരി, ഈ പാവപ്പെട്ട ഒരുപാട് പേര് ഒലിച്ചുപോയൊരു കഥയുണ്ടല്ലോ വയനാട്ടിൽ. അതുമായി ബന്ധപ്പെട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ എന്താണ് ഫണ്ട് തരാത്തത്? അപ്പൊ നിങ്ങൾക്ക് വേണ്ട സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ ഫണ്ട് കൊടുക്കുകയും മറ്റ് സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ കേരളം പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഫണ്ട് തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ട്. അത് നിങ്ങളുടെ ഫാസിസ്റ്റ് നയത്തിന്റെ ഭാഗമായി വരുന്നതാണ്. അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നയമാണ്. നോക്കൂ, ഈക്വാലിറ്റി പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലല്ലേ നമുക്ക് പണം തരാതെ വരിക. നമ്മൾ ഓരോ പ്രാവശ്യവും പണം കിട്ടാനായിട്ട് നമ്മൾ കോടതിയിൽ പോകേണ്ട, കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടാകുക. ഇത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ താങ്കൾ ചോദിച്ചത് ഈ ഒരു കൊടക്കീഴിൽ ഒരു സമരം ആവശ്യമല്ലേ എന്നുള്ള ചോദ്യത്തിന്, അത് കൊടക്കീഴിൽ സമരം ആവശ്യമാണ്, പക്ഷെ എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം നോക്കൂ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, ഈ രാജ്യത്ത് സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാനായി അവര് തന്നെ, അല്ലെങ്കിൽ കേന്ദ്രം തന്നെ നേരിട്ട് ഇടപെട്ട് വെക്കുന്ന ആൾക്കാരാണ് ഗവർണർ. ഗവർണർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആണെങ്കിൽ പോലും BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു രീതിയാണ് കുറെ നാളുകളായി കണ്ടിട്ടുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഇവരെടുക്കുന്ന ഉണ്ടാക്കുന്ന ന്യൂസൻസ് വളരെ ഹൈ ആണ്. ആ ന്യൂസൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ട്രിഗർ കൊണ്ട് പണ്ട് ഗവർണർമാരുടെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ പറഞ്ഞത്, നിങ്ങൾ സംസ്ഥാനത്തിന്റെ ഭരണകാര്യത്തിൽ കൂടുതൽ ഇടപെടണം എന്നാണ് അമിത്ഷാ ഇവരോട് ആവശ്യപ്പെട്ടത്. നോക്കൂ, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പല തവണയായി, ഭരണഘടന തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഇവരൊരു നോമിനൽ ഹെഡാണ്. റിയൽ എക്സിക്യൂട്ടീവ് എന്നത് ചീഫ് മിനിസ്റ്ററും ക്യാബിനറ്റുമാണ്, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമാണ്. അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ വരുന്ന വിഷയങ്ങളിൽ മാത്രം ഇവർക്ക് ഇടപെടാം, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കൺസിഡറേഷനിലേക്ക് ബില്ലുകൾ വെക്കാം. അല്ലാതെ ഒന്നും ഒരു റോൾ ഇവർക്കില്ല. പക്ഷെ നോക്കൂ, എത്ര വ്യത്യസ്തമായ രീതിയിലാണ് ഈ രാജ്യത്തെ ഗവർണർമാർ ഇടപെടുന്നത് BJPയുടെ താല്പര്യം സംരക്ഷിക്കാൻ. ഇതും ഗണഗീതം നടത്തുന്നതും മറ്റൊരു രീതിയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഈ സംസ്ഥാനങ്ങളിൽ മൊത്തം നടക്കുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിൽ നടക്കുന്നത്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കാര്യത്തിൽ സുപ്രീം കോടതി നേരിട്ട് ഗവർണറെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബംഗാളില് ഇതിലൊന്നും. കേരളത്തിലെ നോക്കൂ, കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഒരാള് 5 വർഷത്തിന് മേളിൽ അദ്ദേഹം ഗവർണറായിരുന്നു. കോൺഗ്രസ് ഒരു ചെറു വിരളെങ്കിലും ഇവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ഇവരെ അനക്കിയിട്ടുണ്ടോ? ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടോ? കെ സുധാകരൻ അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കെ സുധാകരൻ
ആരിഫ് മുഹമ്മദ് ഖാന്റെ കൂട്ടത്തിലാണ് നിന്നത്. നോക്കൂ, വിശാല അർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആരെ റെപ്രസെന്റ് ചെയ്യുന്നു, ആ റെപ്രസെന്റേഷൻ എത്രമാത്രം ഈ രാജ്യത്തിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണഘടനയെ ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലും അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസുകാർക്ക് ശക്തിയില്ലേ? അവർക്ക് ശക്തിയുണ്ട്. പക്ഷെ എന്നിട്ടും അവർ കണ്ണടക്കുകയാണ്. കാരണം ഗവർണർ പെരുമാറുന്നത് പിണറായി വിജയനെതിരെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിനെതിരെ നിലകൊള്ളുന്നത് കൊണ്ട് എന്നാൽ നമുക്ക് ഗവർണർ കൊടുത്ത് നിന്നേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഞാൻ പറഞ്ഞു, ഇതൊരു രാജ്യത്ത് മൊത്തം ഉള്ള ഒരു വിഷയമാണെങ്കിൽ പോലും സംസ്ഥാനത്തെ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണം നടത്തും? അല്ലെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് പല വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതൊരു സത്യസന്ധമായ കാര്യമാണ്. നോക്കൂ, ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് പോയി. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഗവർണറാണെന്നാണ് ആൾക്കാർ കരുതുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പേര് അദ്ദേഹം ഇവിടുന്ന് പോയ പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാധ്യമപ്രവർത്തനല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബീഹാറിലെങ്ങാണ്ട് ഗവർണറായിട്ട് ഇരിപ്പുണ്ട്. അവിടെ നിന്നും മിണ്ടാൻ പറ്റില്ല. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിന്റെ വികസനത്തിലേക്ക് ലാൻഡ് അസൈൻമെന്റ് അമെന്റ്മെന്റ് കേരള നിയമസഭ ഒറ്റ ശബ്ദത്തോടുകൂടി കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ചിരുന്ന് പാസ്സാക്കിയതാണ്. അത് ഒപ്പിടാതെ മാറ്റിവെച്ച ആരിഫ് മുഹമ്മദ് ഖാനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാരെ ഞാൻ കണ്ടു. പബ്ലിക്കായിട്ട് പറഞ്ഞു. ഇടുക്കി ജില്ലയിലുള്ള കോൺഗ്രസ്സുകാരെ കൃത്യമായി പറഞ്ഞു അത് തെറ്റൊന്നും പറയാൻ പറ്റില്ല, ഒരുമിച്ച് പാസ്സാക്കിയതാണ്. അപ്പൊ അങ്ങനെ ഒരുമിച്ച് ഒരു ശബ്ദമായി മാറണമെന്ന് പറഞ്ഞതിന് അത് എത്രമാത്രം പോസിബിൾ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറയാനായിട്ടാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ആ എക്സാമ്പിൾ മറ്റൊരു എക്സാമ്പിൾ ആണെങ്കിൽ പോലും രാഷ്ട്രീയമായി എത്രത്തോളം ആത്മാർത്ഥത ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിനുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ ഗണഗീതവുമായി ബന്ധപ്പെട്ട് അവർ ഉറപ്പായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമായിരിക്കും. അതല്ല, പക്ഷെ അതിനകത്ത് ആത്മാർത്ഥതയാണ്. നമുക്ക് ഭരണഘടനാപരമായ വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പം അയോധ്യയിലെ കാര്യം വന്നു. ഗണഗീതത്തിനെക്കാട്ടിലും വലിയൊരു വിഷയമാണ്. ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലം പൊളിച്ച് അത് നശിപ്പിച്ച് അവിടെ പള്ളി പണിയുന്ന സാഹചര്യത്തിലേക്ക് വന്നു. പള്ളി പണിഞ്ഞത് ഇപ്പം സുപ്രീം കോടതി പറഞ്ഞിട്ടാണ്. പക്ഷെ പൊളിച്ചു എന്ന് പറയുന്നത് പോലും ഇവർ അധികാരത്തിൽ ഇരുന്ന സമയത്താണെന്ന് നമ്മൾ മറന്നുപോയത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തിനെ എത്രമാത്രം ആത്മാർത്ഥതയോട് ഗണഗീതത്തിന്റെ കാര്യത്തിലും മറ്റതിന്റെ കാര്യത്തിലും ഒക്കെ ഇവർക്ക് ആത്മാർത്ഥത വരും എന്നുള്ള അതെ, ശരിയാണ്. കാരണം 1992 കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായ നരസിംഹറാവു ഇരിക്കുമ്പോഴാണ് ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിക്കുന്നത്. അതിനുശേഷം ഉള്ള സംഭവവികാസങ്ങളൊക്കെ നമ്മുടെ ഓർമ്മപഥങ്ങളിലുള്ളതാണ്.